അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 13.5 സെൻറ്റ് സ്ഥലം, അതിൽ നിങ്ങൾ ഈ കാണുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ടൊരു വീടും ഒരു വൻ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അർജൻറ്റ് വിൽപ്പനയാണ്. അപ്പോൾ വളരെ തുച്ഛമായ വിലയിൽ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേരി മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ ഒരു അതിര് വരുന്നത് കോൺക്രീറ്റ് റോഡിന് ചാരിയിട്ട് ഫുള്ളായിട്ട് ഇതുണ്ടാവും. ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ, ഇതൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങളാണ് മഞ്ചേരി. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ. മഞ്ചേരി ടൗണിൽ തന്നെ നല്ലൊരു പ്രോപ്പർട്ടി, ചെറിയ വില. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ വർക്ക് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ചെറിയൊരു മെയിൻറ്റെയിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മാസം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം എന്നുള്ള രീതിയിൽ അതങ്ങനെയായി. ഇനി അതല്ല, നമ്മൾക്കിത് വാങ്ങിച്ചിട്ട് ഒരു 2 കൊല്ലം, നമ്മൾക്ക് ഒരു 1-2 കൊല്ലം നമ്മൾക്കിത് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മുടക്കം മുതലിനെക്കാണ്ട് എത്രയോ ഇരട്ടി ലാഭങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിൻ്റെ വില, ഇവർ പറയുന്ന വില തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. തൊട്ടടുത്തുള്ള ഈ പറമ്പുകൾ, തൊട്ടടുത്തുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ കച്ചവടക്കാരുടെ കയ്യിലാണ്. 10 ലക്ഷം 15 ലക്ഷമൊക്കെയാണ് ഒരു സെൻറ്റിന് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സെൻറ്റ് നല്ലൊരു ഓഫർ റേറ്റിന് കൊടുക്കും. ഒരു സെൻറ്റ് സ്ഥലത്തിന് 3.5 ലക്ഷം രൂപ വെച്ചിട്ട് 13.5 സെൻറ്റ് അളന്നിട്ട് എത്രയാണോ കിട്ടുന്നത്, ഒരു സെൻറ്റ് സ്ഥലത്തിന് 3.5 ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. നമുക്ക് വീടിനൊന്നും വില ചോദിക്കുന്നില്ല. അതുണ്ടോ, ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടി, നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇനിയിപ്പോൾ അത് വാടക കൊടുത്തു കഴിഞ്ഞാൽ മാസം വരുമാനം എന്നുള്ള രീതിയിൽ അതും നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ റോഡ് ലെവലിൽ നിന്ന് ചെറിയൊരു താഴ്ചയിലാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സ്, ഭാവിയിൽ നമ്മൾക്ക് ഇതൊക്കെ പൊളിച്ചിട്ട് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഗോഡൗണുകൾ, ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിനോട് ചാരിയിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി. ഇപ്പോൾ നിലവിൽ താമസക്കാരില്ല വീട്ടിൽ. അപ്പോൾ വീട് നല്ല വീട് തന്നെയാണ്. ഫുള്ളായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ താമസക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. 3 ബെഡ്റൂം വരുന്നുണ്ട്. ഇതുണ്ടോ, മെയിൻ ഡോറൊക്കെ നല്ല മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചെതലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല താമസയോഗ്യമായിട്ടുള്ള നല്ല വീട് തന്നെയാണ്. നിലവിൽ പൈപ്പ് ലൈൻ കണക്ഷനാണ് ഈ വീട്ടിലുള്ളത്. ഇനി അത് കൂടാണ്ട് നമുക്ക് കുഴലടിക്കാം, അതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു നിരപ്പായിട്ടുള്ളത് ഉണ്ട്. അവിടെയൊക്കെ വീടിൻ്റെ പിൻഭാഗമാണിത്. ഇങ്ങനെ ലെവലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വാടക കൊടുക്കുക. അതിൻ്റെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ നിറയെ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ്. ഈ കാട് വെട്ടിയിട്ടുള്ള ഇത്രയും ഭാഗം വരുന്നുണ്ട് സ്ഥലം. ഈ ഭാഗത്തേക്ക് ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ, തട്ടി നിരത്താൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ. റോഡ് ലെവലിൽ നിന്ന് കുറച്ച് താഴ്ചയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ ഈ ലെവലിൽ നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് റാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നേരെ കറക്റ്റായിട്ടുള്ള ലെവലാണ്. ഇതുണ്ടോ, മുകൾ ഭാഗത്ത് ഇവിടെയാണ് റോഡ് വരുന്നത്, അടിഭാഗത്ത് വീട്. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് വൻ ലാഭം തന്നെയാണ്. ചെറിയൊരു വിലക്കാണ് നമ്മൾക്ക് ഈ ഒരു മുതൽ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഉണ്ടോ ഒരു മർമ്മ ചികിത്സ ഉണ്ട്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു മർമ്മ ചികിത്സ അടിഭാഗത്ത് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു വീടുണ്ട്. ഇതുണ്ടോ, മെഡിക്കൽ കോളേജിൻ്റെ ഈ വളവ് കഴിഞ്ഞിട്ടുള്ള അടിഭാഗത്ത് കാണുന്ന വീട് തന്നെയാണ്. ഇനി കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പാണ്ടിക്കാർ റോട്ടിൽ കാണുന്ന പുതിയ ബസ് സ്റ്റാൻഡ്. ഈ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് ഇത് മുകൾ ഭാഗത്തേക്ക് ഇതിൽ റോഡ് വരുന്നുണ്ട്. അതായത് കസാലക്കുന്ന് റോഡ് പറയും. മഞ്ചേരി എത്തിങ്ങാനം സ്കൂൾ, NSS കോളേജിലേക്കൊക്കെ പോകുന്ന വഴി ഫസ്റ്റ് ടേണിങ്ങിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ്, അതായത് മെഡിക്കൽ കോളേജ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഇതിലൊരു എൻട്രൻസ് വരുന്നുണ്ട്. ഇനി അത് കൂടാണ്ട് അടുത്ത എൻട്രൻസ് വരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിൻ്റെ അവിടെ നിന്ന് പാണ്ടിക്കാർ റോട്ടിലേക്കുള്ള വഴിയാണിത്. ഈ കാണുന്നത് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ചുള്ളതൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ BSNL ഓഫീസ് ഉണ്ട്. ഇതാണ് ലാൻഡ്മാർക്ക്. അപ്പോൾ ഈ കെട്ടിടത്തിനോട് ചാരിയിട്ട് മുകൾ ഭാഗത്തേക്ക് റോഡ് കൊണ്ടുവരാം. ഈ റോഡിനും പോയി കഴിഞ്ഞാൽ ഇത് റിംഗ് റോഡാണ്. ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ പാണ്ടിക്കാർ റോഡ് അതിലേക്ക് ചാടണം. ഇത് പാണ്ടിക്കാർ റോഡ് നമ്മൾ സെൻട്രൽ ജുമാ മസ്ജിദ് ഫർസ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡിന് കയറി കഴിഞ്ഞാലും ഏകദേശം ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞാലും ഈ പ്ലോട്ടിലേക്ക് എത്തി. നേരെ ഓപ്പോസിറ്റ് BSNL ഓഫീസാണ് വരുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം, അതിൽ കനറ ബാങ്കിൻ്റെ ഇതുണ്ട്. ഈ കനറ ബാങ്കിൻ്റെ ഇവിടെ ഒരു ബോർഡുണ്ട്. ഇതിൽ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്ഥലത്തിന് 15 ലക്ഷം 20 ലക്ഷമൊക്കെയാണ് ഒരു സെൻറ്റിന് ഓൾറെഡി മാർക്കറ്റുള്ളത്. തൊട്ടടുത്തുള്ള ഈ പ്ലോട്ടുകളൊക്കെ ഇതൊക്കെ കച്ചവടക്കാരുടെ കയ്യിലാണ്. 10 ലക്ഷം 12 ലക്ഷമൊക്കെയാണ് ഒരു സെൻറ്റിന് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളിത്
3.5 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വില. ഇനി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾ നമ്മൾ നടത്തി തരാം. അർജൻറ്റ് വിൽപ്പനയാണ്, ക്യാഷിന് വളരെ അത്യാവശ്യം പിടിച്ചിട്ടുള്ള സമയമാണ് മുതലാളിക്ക്. അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസ്, തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. മേടിച്ചിട്ട് ഒരു 2 കൊല്ലം ഒക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടക്കം മുതലിന് എത്രയോ ലാഭത്തിന് വിൽക്കാം. ഇനിയിപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെറുതായിട്ടൊരു മെയിൻറ്റെയിൻ വർക്ക് ചെയ്തിട്ട് അത് വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ വരുമാനം എന്നുള്ള രീതിയിൽ അതും ഒരു വരുമാനമായിട്ടും. അപ്പോൾ 3 ലക്ഷം രൂപ മഞ്ചേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് പെട്ടെന്ന് ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.